പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് എനിക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അല്ലെങ്കിൽ സാക്ഷ്യം പറയുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ജോൺ എലക്കാട്ട്. ഞാനൊരു റിട്ടയേർഡ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ ഭാര്യ മേരിക്കുട്ടി റിട്ടയേർഡ് RN നേഴ്സുമാണ്. ഞങ്ങൾക്ക് 3 മക്കളും 11 കൊച്ചുമക്കളുമുണ്ട്. കൊച്ചുമക്കള് ഒക്കെ അവരുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ മറ്റു വീടുകളിൽ താമസിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ഈ ചിക്കാഗോയിലുള്ള പഴയ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. ഈ മാർച്ച് മാസത്തോടുകൂടി ഇവിടെ കൊറോണ വൈറസുകൾ ഇങ്ങനെ ബാധിച്ചതായിട്ട് ഇവിടെ എല്ലാം അറിയപ്പെട്ടു. എല്ലാം അതിൻ്റെ നടക്കുന്ന അവസരമാണ്. ഈ മാർച്ച് മാസം 16-ാം തീയതി രാവിലെ തിങ്കളാഴ്ചയാണ് ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത, ഒരു തൊണ്ട ഇറിറ്റേഷനൊക്കെ തോന്നി. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ചൊവ്വ ബുധൻ ഒക്കെ ആയപ്പോൾ അതിന് ഒരു വലിയ മാറ്റം വന്നില്ല. അതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ ഞങ്ങളുടെ പ്രൈമറി ഡോക്ടർ രവി ബെല്ലാനെ ഞങ്ങൾ വിളിച്ച് വിവരം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അയ്യോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോയി ഡോക്ടറൊക്കെ പോയി കാണിച്ച് ഹോസ്പിറ്റലിൽ പോകണം, RN പോകണം എന്നും ഞങ്ങളോട് പറഞ്ഞു. എന്നെ മേരിക്കുട്ടി ഷിജുവിനെ കൂടി സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടനെ എൻ്റെ ചെക്കപ്പൊക്കെ നടത്തി കൊറോണ വൈറസ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റിനുള്ള സ്പെസിമെനൊക്കെ എടുത്തു. പക്ഷെ അതിന്റെ റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് ഒരു എക്സ്റേ എടുത്തപ്പോൾ അത് ഒരു കുഴപ്പമില്ല, ക്ലിയറാണ്. അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നേരെ വീട്ടിലോടേക്ക് പൊയ്ക്കൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റാരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനും നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കരുത്. അതനുസരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പോന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മോള് താമസിച്ചിരുന്ന ആ റൂം അറേഞ്ച് ചെയ്ത് ഞാൻ അവിടെ ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിച്ചിരിക്കുമ്പോൾ എനിക്കുള്ള ഫുഡൊക്കെ വാതൊക്കെ കൊണ്ടുപോയി മേരിക്കൊണ്ട് വെച്ച് തരും. ഞാനത് തുറന്ന് കഴിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ ശിക്ഷിക്കരുതേ, എന്റെ അസുഖങ്ങൾ ഭേദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും 29-ാം തീയതി ആയപ്പോൾ 26-ാം തീയതി ആയപ്പോൾ എനിക്ക് കുറെ കൂടെ കൂടുതലായിട്ട് തോന്നി. ഉടനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഉടനെ പറഞ്ഞു, ഉടനെ തന്നെ എമർജൻസി പോകുവാൻ. അങ്ങനെ വീണ്ടും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ അവർ പരിശോധിച്ചപ്പോൾ എനിക്ക് ഫ്ലൂവിന്റെ ഒരു ആരംഭം പോലെ ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അതുകൊണ്ട് ഉടനെ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നത്തെ ആ സാഹചര്യത്തിൽ ഒരു വിസിറ്റേഴ്സിനെയും ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് അനുവദിക്കുകയില്ല. അപ്പം ഞാൻ തന്നെ ഒരു മുറിയിലായി. എല്ലാവരും വീട്ടിലോട്ട് പോകുന്നു. എനിക്കെന്റെ ദൈവമേ, ആ സമയത്ത് എനിക്ക് ഉണ്ടായ മനപ്രയാസം. ഞാൻ 83 years ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രായാധിക്യമുള്ള ഒരു വയസ്സിലാണ്. നീ എന്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ പൂർണ്ണമായി എന്റെ കഥ ഞാൻ ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ പുണ്യാളന്മാരെയും സഞ്ജോതിനെയൊക്കെ ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ട് എന്റെ മധ്യസ്ഥൻ എന്നും കുടുംബനാഥൻ എന്നും ഞാൻ കരുതി ബഹുമാനിക്കുന്ന എന്റെ ഔസേപ്പ് പുണ്യാളിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഔസേപ്പ് പുണ്യാള, അങ്ങ് ഒരിക്കൽ ഉണ്ണിമിശിഹായെ മരണകരമായ അപകടത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ എന്നെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് മേരിക്കുട്ടി വിളിക്കും. പിറ്റേ ദിവസം മേരിക്കുട്ടി വിളിച്ചപ്പോൾ എന്നോട് മേരിക്കുട്ടി പറഞ്ഞു, പപ്പ ഈ വചനം ദിവസം പ്രാർത്ഥിക്കുക. ജെറോമിയായുടെ പുസ്തകത്തിലുള്ള 17-ാം അധ്യായത്തിലെ 14-ാം വാക്യം, എന്റെ കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖം പ്രാപിക്കും. എന്റെ കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. ഈ പ്രാർത്ഥന ഞാൻ മുഖ്യമായി എടുത്തുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
ഇത് അതേ സമയത്ത് ഡോക്ടർമാർ വരുന്നു, നേഴ്സുമാർ വരുന്നു, അവരെന്നെ ചെക്ക് ചെയ്യുന്നു. എൻ്റെ ബ്രസ്റ്റിലും കൈകളിലുമൊക്കെ ട്യൂബുകളൊക്കെ വെച്ച് വേസ്റ്റിയൊക്കെ വെച്ച് അങ്ങനെ എനിക്ക് ഒക്കെ കിടക്കുവാണ് ഞാനിങ്ങനെ. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 31 ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇനി വെന്റിലേറ്ററിൽ ഇടാതെ രക്ഷയില്ല, അങ്ങനെയൊന്ന് നോക്കാം, എനിക്ക് ആകെ അറിഞ്ഞുകൂടെ എങ്ങനെയാ വരുമെന്ന്, എങ്കിലും വെന്റിലേറ്റർ ഇടാമെന്ന് പറഞ്ഞിട്ട് വെന്റിലേറ്റർ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മേൽക്കുട്ടിയൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ വെന്റിലേറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് യാതൊരു ഓർമ്മയില്ല, ഞാനൊന്നും കാണുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്താണ് അതിനുശേഷം സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയുമില്ല. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എന്ത് സംഭവിച്ചു എന്നും എങ്ങനെയാണ് എനിക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി മേരിക്കുട്ടി പറയുന്നതായിരിക്കും. കാരണം എനിക്ക് വെന്റിലേറ്റർ വരെയുള്ള എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷമുള്ള കാര്യം മേരിക്കുട്ടി പറയുന്നതായിരിക്കും. മേരിക്കുട്ടി. ദൈവമേ, ഞാൻ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഭവങ്ങളെയും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കുണ്ട ഓരോ ചിന്തകളെയും വിചാരങ്ങളെയും അങ്ങയിലേക്ക് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. ഏതായാലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായപ്പോൾ മുതൽ ഞാൻ ജോൺ സാറിനെ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ സംസാരത്തിൽ മിക്കവാറും തന്നെ പപ്പ എന്നുള്ള പ്രയോഗമായിരിക്കും വരിക. ഞാനത് നേരത്തെ പറയുകയാണ്. ഏതായാലും വെന്റിലേറ്ററിലിടുന്ന കാര്യം വരെ പപ്പ പറയുന്നു. പക്ഷേ വെന്റിലേറ്ററിൽ ഇടുന്നതിന് മുമ്പായിട്ട് വാസ്തവത്തിൽ പപ്പായ്ക്ക് വളരെ സിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ഓക്സിജൻ സാച്ചുറേഷനും ബ്ലഡ് പ്രഷറും എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയി. അവർ ഒത്തിരി ഹൈ ലോഡ് ഓക്സിജനൊക്കെ കൊടുത്തോണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എഫക്റ്റീവ് ആയില്ല. അവർക്ക് വെന്റിലേറ്റർ ഇടാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞങ്ങളുടെ പുഷ് മൂലം അവരെ വെന്റിലേറ്റർ എടുത്തക്ക രീതിയിൽ കൂടെയുള്ള ഒരു രീതിയിൽ കൂടി അവരിലേക്ക് ആ ചിന്ത അവരിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വെന്റിലേറ്റർ ഇടണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയമായപ്പോൾ എന്നെ വിളിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു വെന്റിലേറ്ററിന്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് പപ്പായോടൊന്ന് സംസാരിക്കാനുള്ള അവസരം വേണം. അപ്പോൾ അവരത് സമ്മതിച്ചു. പപ്പയോട് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ശരിക്കും എൻകറേജിങ് ആയിട്ട് പറഞ്ഞു പപ്പായോട്, പപ്പ ലെറ്റ് ഡോക്ടേഴ്സ് ഡു വാട്ട് എവർ ദേ നീഡ് ടു ഡു. You be strong, your God is with us. Mother Mary and Jesus is always with us. You be strong. And we all are there for you to pray and we all are there to support you. So, അങ്ങനെയാണ് ആ പപ്പയോട് ഞാൻ ലാസ്റ്റ് അന്ന് സംസാരിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഈ പപ്പായ ആ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് മാറ്റി റഷിലേക്കൊന്ന് മാറ്റണം എന്നുള്ള ഒരു തോന്നല് ഞങ്ങൾ തലേദിവസം മുതലേ ഉണ്ടായി. പിറ്റേ 31st ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് അതേപ്പറ്റി ചിന്തിച്ചായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും കണ്ടീഷൻ വളരെ വേസ്റ്റായി, ട്രാൻസ്ഫർ ചെയ്യാൻ മേലാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ അവരോട് പിന്നെ പറഞ്ഞ് അവരെ വെന്റിലേറ്റർ ഇട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവരെ വെന്റിലേറ്ററിലിടുന്ന ആ സമയം വരെ ആയപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഇന്ന് ഞാൻ ആരുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടേണ്ടത്? കർത്താവ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നു, ദൈ കിങ്ഡം പ്രയർ ഗ്രൂപ്പിലുള്ള ബ്രദർ ജോസ് കറിയയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പം പല ധ്യാനത്തിൽ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കാമെന്നൊരു തോന്നൽ ഹൃദയത്തിൽ തോന്നി. ഞാൻ ഫോൺ നമ്പർ വിളിച്ചു. പുള്ളി ഉടനെ തന്നെ ആൻസർ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ 20 minutes, 15 to 20 minutes we were praying so prayerfully with the Holy Spirit. അങ്ങനെ പുള്ളിക്കാരനെ പ്രാർത്ഥിച്ചത് വാസ്തവത്തിൽ അപ്പൊ സെന്റ് ജോസഫ്സിലാണെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു അത് കാത്തലിക് ഹോസ്പിറ്റലല്ലേ. ഞാൻ പറഞ്ഞു അതെ കർത്താവ്. അപ്പൊ പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലില് സക്കറാജിയില് അവിടുത്തെ ചാപ്പലില് സക്കറാജിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ തമ്പുരാനെ, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഈ ജോൺ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടി ജോൺ സാറിനെ ആശീർവദിക്കണമേ, രക്തം കൊണ്ട് സംരക്ഷിക്കണമേ. അതുപോലെ ഇപ്പോൾ ET ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോൺ സാറിനെയും പിന്നെ അവരുടെ കൂടെ ജോൺ സാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും
അനുഗ്രഹിച്ച് എല്ലാവരുടെ പ്രയത്നങ്ങളെ അങ്ങ് തന്നെ നടത്തി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് വളരെ ഹൃദയ ടച്ചിങ് ആയിട്ടാണ് തോന്നി. ഞാനൊരു ചാപ്പലിൽ ഇരുന്നുകൊണ്ട് ഒരു കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോള് എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, ventilator is successfully done and he's in the ventilator now, so he's okay എന്ന് പറഞ്ഞു. But you know what, mommy, you expect, you be strong, you expect anything might happen, so be strong and ready to accept anything God provides, God permits. I said, what is this? അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നോട് പറയുന്നത്, എന്റെ വെന്റിലേറ്റർ ഇതിന് ശേഷം ഡോക്ടർ വിളിച്ച് അവളോട് പറഞ്ഞായിരുന്നു, ഈ സമയത്ത് ഞങ്ങൾ വെന്റിലേറ്ററൊക്കെ ഇട്ടു, പക്ഷെ അടുത്ത കാര്യങ്ങളൊക്കെ വളരെ റിസ്കിയാണ്, ട്രാൻസ്ഫർ ഒക്കെ വളരെ റിസ്കിയാണ്. അതായത് ഇനി ഈ ഹോപ്പില്ല എന്നുള്ള രീതിയിൽ തന്നെ അവളോട് ഓപ്പൺ ചെയ്ത് അവൾ സംസാരിച്ചു എന്നുള്ള കാര്യം പപ്പ വെന്റിലേറ്ററിനെ മാറ്റി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ, ഡോക്ടേഴ്സ് എന്തെല്ലാം ഒക്കെ പറഞ്ഞാലും കർത്താവിന്റെ ആഗ്രഹം ഇതായിരുന്നല്ലോ, കുറച്ചുകൂടി ജീവിക്കാനുള്ളൊരു കൃപ കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ഞങ്ങളെല്ലാവരും അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് അത് പിന്നീടുള്ള കാര്യമാണ് അവൾ പറഞ്ഞത്. അതിന്റെ വെന്റിലേറ്റർ ഇട്ടതിന് ശേഷം ഞാൻ ബ്രദർ ജോസ് കറിയായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് നമ്മുടെ മോളവനാൽ അച്ഛനെയും ഫാദർ ജിനിസിനെയും പിന്നെ എൻ്റെ ഒരു കസിൻ അച്ഛനാണ് ഫാദർ പുതുമായിലെ ചാക്കോ പുതുമായിലെ അച്ഛനെയൊക്കെ വിളിച്ച് അവരോട് കൂടെ പുതുമായിലെ ചാക്കോ പുതുമായിലെ അച്ഛനെയൊക്കെ വിളിച്ച് അവരോട് കൂടെ നിന്ന് അവരൊക്കെ എന്നോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവരെയൊക്കെ ആശീർവാദം സ്വീകരിച്ചു. അതുപോലെ എനിക്ക് നമ്മുടെ ബിഷപ്പ് കൊച്ചു പിതാവ് ജോയി ആലപ്പാട്ട് പിതാവിനെ വിളിച്ച് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. അങ്ങനെ പ്രാർത്ഥനകളുടെ ഉന്നതമായ ഒരു ഉയരമായിരുന്നു സ്വർഗത്തിലേക്ക് ചെന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും പപ്പയുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഞങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സും ജാതി മത ഭേദമന്യേ ഒത്തിരി പേര് പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഉള്ള സത്യം. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കാലങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഒത്തിരിയും ഫ്രണ്ട്സും ഒത്തിരിയും അറ്റാച്ച്മെന്റും ഉണ്ട്. ഈ എക്യുമെനിക്കൽ സമൂഹത്തിൽപ്പെട്ട അങ്ങനെയുള്ള അടുത്ത എല്ലാ അച്ഛന്മാരും അവിടുത്തെ സഭകളിലും പ്രാർത്ഥനാലയങ്ങളിലും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നൈറ്റ് ഓഫ് കൊളംബസുകാര് അവരും വളരെയധികം അറിഞ്ഞു, അവരും പ്രാർത്ഥിച്ചു. ഞങ്ങളാരും പറഞ്ഞതല്ല, എന്തെങ്ങനെയൊക്കെയോ അവരൊക്കെ അറിഞ്ഞു, അവര് പ്രാർത്ഥിച്ചു എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് കാർഡ് അയക്കുകയും വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. അതിലൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ആ കാര്യത്തില്. അപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു വചനമുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. റോമ 8:28 ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആ വചനം കൂടുതൽ ആ സമയത്ത് ഓർക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. അപ്പം അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ മൂലം 31 വെന്റിലേറ്ററിൽ ഇട്ടു. സെക്കൻഡ്, അതായത് പിന്നത്തെ തേഴ്സ്ഡേയില് ചൊവ്വാഴ്ച ഇട്ടു. തേഴ്സ്ഡേ വൈകുന്നേരം പപ്പയെ എക്സ്റ്റുബേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ദൈവം തമ്പുരാൻ നൽകി. അത് എക്സ്റ്റുബേറ്റ് ചെയ്തു. പിന്നെ ഓക്സിജൻ ഹൈ ലെവലിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ വീൻ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് നൈറ്റിൽ അവിടെ ICUയിൽ ഒബ്സർവ് ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും റെഗുലർ കോവിഡ് ഫ്ലോയിലേക്ക് പപ്പായ വിട്ടു എന്നുള്ളതാണ്. അതങ്ങനെ ഒരു ഭയങ്കര അനുഗ്രഹം ദൈവകൃപയാൽ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ടാകുന്നതിനുള്ളൊരു കൃപ കർത്താവ് തന്നു എന്നുള്ളതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഈ സംസാരങ്ങളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കടന്നു പോകുന്നവരാണല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാ സമയത്തും കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് ഈ വെന്റിലേറ്ററിലാകുന്ന ആ സമയത്തിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മക്കളും എൻ്റെ സിബിളിങ്സും അവരുടെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവിടുത്തെ എൻ്റെ ഒരു ബ്രദറിന്റെ മോളാണ്, അവളാണ് സൂം പ്രേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വലിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവള്
അതിന് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു ഫാമിലി പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. 1 hour എവരി ഡേ ഈവനിങ് 7 PM to 8 PM. അങ്ങനെ എല്ലാവരും ഇൻവോൾവ്മെന്റ് ചെയ്ത ഒരു സംഭവമാണ് ഇതിനകത്ത്. അതുകൊണ്ടും എന്തൊന്നും എനിക്ക് തോന്നി മക്കൾക്ക് യങ് ജനറേഷനിൽ ഒത്തിരി വിശ്വാസ വർധനവിന് ഒരു കാരണമായി അത് ഈ പപ്പായുടെ ഈ അസുഖങ്ങളെല്ലാം അവർക്ക് അവരെല്ലാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാം ഞാൻ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ശക്തി പ്രാപിച്ചതിനെ പിന്നെയും ഓർത്ത് നന്ദി പറയുകയാണ്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ള വചനം എന്നെ ആയിട്ട് പപ്പ വീട്ടിൽ വന്നപ്പം പപ്പായെ സ്വീകരിക്കാനായിട്ട് ഞാൻ എല്ലാം കൊണ്ട് റെഡി ആയിരുന്നു. പപ്പായെ തിരിച്ച് വീട്ടിൽ വരുന്നതിന്റെ സന്തോഷം അങ്ങേയറ്റം ഉണ്ടായിരുന്നു. ദൈവത്തോട് നന്ദി ഒത്തിരി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബെഡ് സെറ്റപ്പ്, ഓക്സിജൻ സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തു. കാരണം ഈ ഷോർട്ട് ഓഫ് ബ്രീത്തിങ്ങിനുള്ളത് കൊണ്ട് ഏത് സമയത്താ ഇങ്ങനെ നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ അടുത്ത പരിപാടി എന്താണെന്ന്. അതുകൊണ്ട് അതെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. ദൈവമേ സ്തോത്രം, നന്ദി കർത്താവേ, നന്ദി സ്തോത്രം. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം വളരെ വീക്കായിരുന്നു പപ്പ, നടക്കാൻ കൂടെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കാര്യങ്ങളൊക്കെ ദൈവം ആഗ്രഹിച്ചതുപോലെ നന്മയായിട്ട് എല്ലാം പ്രവർത്തിച്ചു. ഞാനൊരു റിട്ടയർഡ് നേഴ്സാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സ്കില്ല് വെച്ച് ദൈവസഹായത്തോടു കൂടി എല്ലാം പപ്പായ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം. അതോടൊപ്പം ഹോം വിസിറ്റിംഗ് നേഴ്സ്, PT, OT അങ്ങനെ അവരും ഒരു നഴ്സസ് വൺസ് ഇൻ എ വീക്ക് വന്നുകൊണ്ടിരുന്നു. PT, OT ട്വൈസ് ഇൻ എ വീക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പപ്പായ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഈ OTയിലും PTയിലും ഒക്കെ ഉള്ള വന്ന പിള്ളേർ ഞങ്ങളുടെ നെയ്ബേഴ്സ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു നല്ല കാര്യം. അപ്പൊ അവരെ പരിചയപ്പെടാനും അവരുടെ അത്ഭുതങ്ങളൊക്കെ കാണാനും എനിക്ക് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായി. ദൈവമേ നന്ദി സ്തോത്രം കർത്താവേ. അങ്ങനെ പപ്പ ഒരു 2 മാസത്തോളം വാസ്തവത്തില് ബുദ്ധിമുട്ടിൽ കൂടി, പക്ഷെ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് നടന്നുകൊണ്ട് എല്ലാം വന്ന് ഇപ്പൊ പപ്പ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത്രയും മോശമായതുകൊണ്ട് ഞാൻ റഷ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് ആഫ്റ്റർ പുട്ടിംഗ് ദ ഇൻറ്റുബേറ്റിംഗ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് വളരെ റിസ്ക് എടുത്താണ് കൊണ്ടുപോയത്. അത് ഏതായാലും ദൈവകൃപയാൽ അതും നന്നായിട്ട് തന്നെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് വരാനുള്ള കൃപ ഉണ്ടായി. അത് ദൈവത്തെ വളരെയധികം നമുക്ക് സ്നേഹിക്കാനും കൂടുതൽ വിശുദ്ധിയുള്ളവരായിട്ടും സ്നേഹമുള്ളവരായിട്ടും ഒക്കെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ വേറെ ഒന്നുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഞങ്ങൾ ഒത്തിരിയും പാവികളും ബലഹീനരുമൊക്കെയാണല്ലോ. എങ്കിലും ഞങ്ങൾ കുറെ കൂടി വിശുദ്ധിയിലും സ്നേഹത്തിലും അങ്ങേ അറിഞ്ഞും ജീവിക്കാനുള്ള കുറച്ച് സമയം കൂടെ വേണമല്ലോ. സുഖപ്രാപ്തിയല്ലേ ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഒരിക്കലും തടസ്സം പാടില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, പപ്പായ്ക്ക് കുറച്ച് നാളും കൂടി ജീവിക്കാനും ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ ജീവിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് യാചിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിൽ കൂടി കർത്താവ് സാധിച്ചു. പിന്നെ ഞാനിപ്പോൾ ഒന്ന് പറയുന്നത് റോമ 8:18 നമ്മുടെ ഇപ്പോൾ നമുക്ക് വരുവാനിരിക്കുന്ന മഹത്വത്തെപ്പറ്റി നമുക്ക് എളുപ്പമാകാനിരിക്കുന്ന മഹത്വത്തെപ്പറ്റി അറിയുമ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ കഷ്ടതകളൊക്കെ വളരെ നിസ്സാരമാണ്. ഇപ്പോൾ അനുഭവിച്ച ഈ കഷ്ടതകളൊക്കെ നമുക്ക് ദൈവ മഹത്വത്തിനായിട്ട് വരാനിരിക്കുന്ന സുഖപ്രാപ്തിക്കായിട്ട് നമ്മൾ അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കർത്താവെ എല്ലാ സഹനങ്ങളും ഈശോയോട് ചേർന്ന് നിന്ന് സഹിക്കാനും എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുള്ള വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം നമ്മളെ ഇത്ര അനുഗ്രഹിച്ചതിനൊത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരിലും വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്ന് യാചിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഒരു സമയം ദൈവവചനം നമ്മളിൽ ശ്രദ്ധിച്ച് നമ്മളെ വചനം പഠിക്കാനും ശ്രവിക്കാനും അത് മനസ്സിലാക്കാനും നമ്മൾ പള്ളിയിലൊക്കെ ചെന്ന് വായിച്ചിരിക്കുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കും എന്നുള്ളതല്ല, നമ്മളതേപ്പറ്റി ചിന്തിക്കുന്നവര് നമ്മളത് ചുരുക്കം പേരായിരിക്കും ഉള്ളത്. ഏതായാലും നമ്മൾ അത് അങ്ങനെയല്ല,
നമ്മൾ വിശ്വാസത്തിൽ കൂടി നമ്മൾ ബലിയിൽ പോയി നമ്മൾ ഒന്നിച്ച് ഈശോയോട് കൂടി ബലി അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ മുഴുവനെയും യേശുവിൻ്റെ ആ പുഴാനുഭവത്തെ പറ്റിയും നമ്മളോടുള്ള സ്നേഹത്തെ പറ്റിയും ഒക്കെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ തന്നെ എല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. കാരണം പപ്പായ പോയ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷന് ഞങ്ങൾ പോയിച്ച് ഞാൻ തിരിച്ചു വന്ന അന്ന് മുതൽ 8-ാം തീയതി വരെ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് മുഴുവൻ സമയത്തും എനിക്ക് യാതൊരു ഭീതിയുമോ ഒരു അങ്ങനെയൊന്നും തോന്നാതെ കർത്താവ് എന്നെ സംരക്ഷിച്ച, അതുപോലെ ആരോഗ്യമാണേലും ഈ കോവിഡുമായിട്ടുള്ള ഒരു ഭർത്താവുമായിട്ട് ഒരാഴ്ച മുഴുവനും ഐസൊലേഷന് ആയിരുന്നെങ്കിൽ തന്നെയും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഒരു അസുഖങ്ങൾ ഒന്നുമില്ലാതെ ധൈര്യമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം തന്ന് എന്നെ കാത്തു സൂക്ഷിച്ചത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ ഞാനും പ്രായമുള്ള സ്ത്രീയാണ്. എനിക്കും ഞാനിങ്ങനെ കടന്നു പോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അതിനുള്ള കർത്താവ് എന്നോട് വരുത്തിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നല്ല നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. അങ്ങനെ എല്ലാത്തിൽ നിന്നും എല്ലാത്തിനും എനിക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എനിവേ അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പിന്നെ അതിൽ കോവിഡ് ഫ്ലോറിൽ ചെന്നു. അവിടെയും പപ്പായിക്ക് വാസ്തവത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്, സാച്ചുറേഷൻ നിന്ന് പോകുന്നു, കൂടിപ്പോകുന്നു, കുറഞ്ഞു പോകുന്നു, പിന്നെ BP കുറയുന്നു, കൂടുന്നു, അവരെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം തക്ക സമയത്ത് ഒന്നും ഡോക്ടേഴ്സ് ദൈവസഹായത്തോടുകൂടി എല്ലാവർക്കും ചെയ്യുവാൻ സാധിച്ചു. ആഹാരം കഴിക്കുന്നില്ല, എല്ലാം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ 8-ാം തീയതി ബുധനാഴ്ച ഒരു സ്റ്റേബിൾ ആയെന്ന് കണ്ടപ്പോൾ അവർക്ക് അധികം നാൾ നിർത്താൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് 8-ാം തീയതി അവരെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഓക്സിജൻ സപ്പോർട്ടുമായിട്ട് പപ്പ വീട്ടിൽ വന്നപ്പം എനിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ ഇത്രയും പറയാൻ എനിക്ക് അങ്ങ് തന്ന കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. എവരി തോട്ട്, എവരി ബ്രെത്ത് ആൻഡ് എവരി മൂവ്മെന്റ് in my being is for the greater honor and glory of God എന്നുള്ള ആ ചിന്ത കർത്താവെ എനിക്ക് എപ്പോഴും ഉള്ള ചിന്തയാണ്. ആ ചിന്തയിൽ കൂടി ജീവിക്കാൻ, ഇനിയും മുൻപോട്ട് ജീവിക്കാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുകയാണ്. കർത്താവെ നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ കരുണ നമ്മളെ മേൽ എപ്പോഴും വർഷിക്കട്ടെ. ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു മേരിക്കുട്ടിയും മോനൊക്കെ പോയി കൊറോണ വൈറസിൻ്റെ ടെസ്റ്റ് നടത്തി. ആദ്യം പോയിട്ട് ടെസ്റ്റ് റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞറിഞ്ഞത്. പക്ഷേ മേരിക്കുട്ടിക്കും കൊറോണ പോസിറ്റീവാണ് എന്നുള്ള റിസൾട്ടാണ് അവസാനം കിട്ടിയത്. എൻ്റെ ദൈവമേ, ഞാൻ വിഷമിച്ചു പോയി. ഇനി മേരിക്കുട്ടിക്കും കൂടെ എന്തെങ്കിലും വന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യും? എന്നാൽ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരെയില്ല. മേരിക്കുട്ടിക്ക് യാതൊരുവിധ സിംറ്റം പോലും ഉണ്ടാകാതെ പൂർണ്ണ ആരോഗ്യവതി എന്നുള്ള നിലയിൽ എന്നെ സംരക്ഷിക്കുവാനും എനിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുവാനുള്ള അവസരം ദൈവം കൊടുത്തു. അതിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അതിന് ഞാൻ ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയും. അതിൻ്റെ പ്രത്യേകതമായിട്ടാണ് ഇപ്പോഴും എൻ്റെ സമയത്തിൽ കൂടുതൽ ഇപ്പം ഞാൻ പുറത്തു പോകുന്നില്ല. കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ കൂടി ദൈവത്തോട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദൈവത്തോട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളും. അതിനെപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും എന്ന് പറയുന്നു. ഞങ്ങളെ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വിളിച്ചന്വേഷിച്ച് ചെയ്തിരിക്കുന്ന അച്ഛന്മാർക്കും പ്രത്യേകിച്ച് അച്ഛനും അതുപോലെ പ്രവനാച്ഛനൊക്കെ ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ബന്ധുവിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ജീവന്റെയും മരണത്തിന്റെയും മേലുള്ള ആധിപത്യം തെളിയിക്കുകയും ദുഃഖിതരോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടമാക്കുകയും ചെയ്ത മിശിഹായെ, വിവിധ രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കരുണാപൂർവം അനുഗ്രഹിക്കണമേ.
അങ്ങ് സഹിച്ച ക്ലേശങ്ങളുടെയും ചിന്തിയ തിരുരക്തത്തിൻ്റെയും യോഗ്യതകൾ പരിഗണിച്ച് രോഗികൾക്ക് രോഗശാന്തിയും ആരോഗ്യവും നൽകണമേ. അനുതപിക്കുന്ന പാപികൾക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത മിശിഹായെ, ഇവർക്ക് മനസ്താപത്തിൻ്റെ വരം നൽകുകയും ഇവരുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. ഇനിയും ഇവർ വേദനകൾ സഹിക്കണമെന്നാണ് അങ്ങ് തിരുമനസ്സാകുന്നതെങ്കിൽ ക്ഷമയോടും ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി വേദനകൾ സഹിക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും